റാപ്ചർ ബ്രോഡ്കാസ്റ്റിംഗ് നെറ്റ്വർക്കിലൂടെ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന സകലർക്കും കർത്താവായ യേശുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഞങ്ങളിലൂടെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് അറിയിക്കുന്ന പ്രോഫറ്റിക് വേഡിലൂടെ അനേകരെ കർത്താവ് ഉറപ്പിച്ചെന്ന് കേൾക്കുന്നത് ഓർത്ത് കർത്താവിന് മുഴുവൻ മഹത്വം ഞങ്ങൾ അർപ്പിക്കുന്നു. എപ്പോഴും ഞാൻ പറയുന്നത് പോലെ ദൈവത്തോളം ദൈവവചനത്തിന് പ്രാധാന്യമുണ്ട്. ഏപ്രിൽ മാസം പുതിയ സാമ്പത്തിക വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നു. ഈ ഏപ്രിൽ മാസത്തിലെ പ്രൊഫറ്റിക് വേഡിലേക്ക് നമുക്ക് പ്രാർത്ഥനയോടെ ഒരുമിച്ച് പ്രവേശിക്കാം. ഈ ഏപ്രിൽ മാസത്തിലെ പ്രൊഫറ്റിക് വേഡിൻ്റെ ചിന്തയ്ക്കായി യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 17-18 വാക്യങ്ങൾ നമുക്ക് ഒരുമിച്ച് വായിക്കാം. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 17-18 വാക്യങ്ങൾ. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ, നമുക്ക് തുല്യമായ മനുഷ്യൻ ആയിരുന്നു. മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു. 3 സംവത്സരവും 6 മാസവും ദേശത്ത് മഴ പെയ്തില്ല. അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്ത് നിന്ന് മഴ പെയ്തു, ഭൂമിയിൽ ധാന്യം വിളഞ്ഞു. ദൈവമക്കളെ, ഈ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതങ്ങളിൽ, നിങ്ങളുടെ കുടുംബങ്ങളിൽ, നിങ്ങളുടെ തലമുറകളിൽ ഇടപെടാൻ പോവുകയാണ്. ദൈവം എഴുന്നേറ്റ് വരുന്നത് പോലെ ദൈവവചനത്തിന് പ്രാധാന്യം ഉണ്ടെന്ന് മനസ്സിലാക്കുന്നവരുടെ ജീവിതത്തിൽ ഈ വചനം 30, 60, 100 മേനിയുടെ ഒരു കൊയ്ത്ത്, ഒരു ഫലം നിശ്ചയമായി തരാൻ പോകുന്നു. ഈ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് അറിയിക്കുന്ന ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ. നിങ്ങൾ ആരാധനയ്ക്ക് പോകുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ദൈവദാസന്മാരുടെ ദൈവവചനത്തിലൂടെ ഒക്കെ ദൈവികമായ അരുളപ്പാട് കേട്ടിട്ടുള്ളവരാണെങ്കിൽ മിക്കവരും പറയാറുണ്ട്, നിങ്ങളുടെ വിളി ഏലിയാവിനെ പോലാണ്, ഏലിശായെ പോലാണ്. വലിയ പ്രവാചക വിളി നിങ്ങളുടെ മേലുണ്ട്, അല്ലെങ്കിൽ വലിയ സുവിശേഷകനാണ്, വലിയ ഇടയ വിളിയുണ്ട്, അപ്പസ്തോലിക കോളിംഗുണ്ട്, പലതരത്തിൽ ശുശ്രൂഷ വിളിയുണ്ടെന്നൊക്കെ പറയാറുണ്ട്. ഇപ്പോൾ എന്നെ കേൾക്കുന്ന ഒത്തിരി ദൈവത്തിൻ്റെ വേലയിൽ പ്രയോജനപ്പെടുവാൻ ആഗ്രഹിക്കുന്നവരോട് കർത്താവ് പറയുന്നു, ഏലിയാവിനെ പോലുള്ള വിളി എന്ന് കേട്ടുള്ളവരെ, ഏലിശയെ പോലെ ഇരട്ടി പങ്ക് പ്രാപിക്കാൻ ആഗ്രഹമുള്ളവരെ, ആരാണ് ഏലിയാവെന്ന് നമുക്ക് മനസ്സിലാക്കണം. ഏലിയാവിനെ കുറിച്ച് പുതിയ നിയമത്തിൽ യാക്കോബിന്റെ ലേഖനത്തിലൂടെ യാക്കോബ് അപ്പോസ്തലൻ പറയുന്നു, ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ. എന്താണ് ഏലിയാവ്? ആരാണ് ഏലിയാവ്? 1 രാജാക്കന്മാർ പുസ്തകം 17-ാം അധ്യായത്തിലാണ് ഇദ്ദേഹത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്കറിയാൻ കഴിയുന്നത്. തിഷ്ബയിൽ നിന്നുള്ള തിഷ്ബനായ ഏലിയാവ്, അദ്ദേഹത്തെക്കുറിച്ചുള്ള ഇത്ര മാത്രമാണ് അറിയാൻ കഴിയുന്നത്. അദ്ദേഹം തിഷ്ബയിൽ നിന്നുള്ള ഏലിയാവാണ്. തിഷ്ബയിൽ നിന്നുള്ള ഏലിയാവ് വന്ന് ആഹാബിന്റെ കൊട്ടാരത്തിൽ ചെന്ന്, ഞാൻ പറഞ്ഞിട്ടല്ല അത് മഞ്ഞും മഴയും പെയ്യത്തില്ല എന്ന് പറയുന്ന ഏലിയാവിനെ കുറിച്ച് യാക്കോബ് പറയുകയാണ്, മഞ്ഞും മഴയും പെയ്യാതിരിക്കാൻ അദ്ദേഹം പ്രാർത്ഥിച്ചു. നിങ്ങൾക്ക് എത്രമാത്രം വിളിയുണ്ടോ നിങ്ങളുടെ പ്രാർത്ഥന വർദ്ധിക്കണം. നിങ്ങളുടെ വിളിക്കനുസരിച്ച് നിങ്ങളുടെ പ്രാർത്ഥന ഉയരണം. ചിലപ്പോൾ നിങ്ങൾ അരമണിക്കൂർ പ്രാർത്ഥിക്കുന്നവരായിരിക്കാം, 1 മണിക്കൂർ പ്രാർത്ഥിക്കുന്നവരായിരിക്കാം, 3 മണിക്കൂർ പ്രാർത്ഥിക്കുന്നവരായിരിക്കാം. പക്ഷെ തുടക്കത്തിൽ അങ്ങനെ ഒരു മണിക്കൂറുകൾ വെച്ച് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. പക്ഷേ 3 മണിക്കൂർ കൊണ്ട് ദൈവമായുള്ള ബന്ധം നിങ്ങളുടെ തീരുന്നില്ല. 1 ദിവസം കൊണ്ട് നിങ്ങളുടെ ബന്ധം കർത്താവുമായിട്ടുള്ളത് തീരുന്നില്ല. ഉപവസിക്കുന്നത് നല്ലതാണ്. 3 ദിവസം, 7 ദിവസം, 21 ദിവസം, 40 ദിവസം നിശ്ചയമായും ഉപവസിക്കണം. ഉപവാസത്തെല്ലാം പ്രാർത്ഥനയും അല്ലാതെ ചിലത് മാറിപ്പോകത്തില്ലെന്ന് തിരുവചനം പറയുന്നു. പക്ഷേ പ്രാർത്ഥന എന്ന് പറയുന്നത് കർത്താവുമായുള്ള റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്, അതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ആ പ്രാർത്ഥന 3 മണിക്കൂർ കൊണ്ട് തീരത്തില്ല. അതിനർത്ഥം ഒരു പേഴ്സണൽ പ്രെയർ നിങ്ങൾക്ക് ഉണ്ടാകരുതെന്നല്ല, നിശ്ചയമായും പേഴ്സണൽ പ്രെയർ ഉണ്ടാകണം. പക്ഷേ നിങ്ങളുടെ യാത്രകൾ പ്രാർത്ഥനകളായി തീരട്ടെ. നിങ്ങൾ പോകുന്ന വഴിയാത്രകൾ നിങ്ങളുടെ പ്രാർത്ഥനകളായി തീരട്ടെ. നിങ്ങൾ ഫ്ലൈറ്റിൽ കയറിയാലും, ട്രെയിനിൽ കയറിയാലും, ബസ്സിൽ കയറിയാലും, കാറിൽ പോയാലും ആ ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട്. രക്ഷിക്കപ്പെട്ട ദൈവമക്കളെ, കർത്താവ് പുറത്തല്ല, കർത്താവ് നിങ്ങളുടെ കൂടെയാണ്. ഏലിയാവിനെ ദൈവം ഇത്രമാത്രം പുതിയ നിയമത്തിലൂടെ നമ്മളെ എന്തിനാ അറിയിക്കുന്നത്? യേശു മറുരൂപ മലയിൽ ചെന്നു കഴിഞ്ഞപ്പോൾ മോശയും ഏലിയാവും യേശുവിൻ്റെ കൂടെ അവിടെ പ്രത്യക്ഷപ്പെട്ടു. പഴയ നിയമത്തിൻ്റെ മധ്യസ്ഥനായ മോശയും പ്രവാചകന്മാരിൽ അഗ്രഗണ്യനായ ഏലിയാവിനെയും യേശുവിൻ്റെ മറുരൂപപ്പെടുന്ന മലയിൽ യേശു മറുരൂപപ്പെട്ട് അവിടെ വെച്ച് കാണുന്ന മലയിൽ പോലും മോശയും ഏലിയാവിനെ ഇവിടെ കാണാനിടവരുത്തി. എന്താണ് ഏലിയാവിൻ്റെ പ്രത്യേകത? ഏലിയാവ് കർത്താവിൻ്റെ ശബ്ദം കേട്ടിട്ട് പറഞ്ഞു, കൊട്ടാരത്തിൽ ചെന്ന് പറയുകയാണ്, ഞാൻ പറഞ്ഞിട്ടല്ലാതെ മഞ്ഞും മഴയും പെയ്യത്തില്ല. അതിനുശേഷം ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായി, നീ കെരീത്തിൽ നിന്ന് വെള്ളം കുടിക്കണം, അവിടെ നിന്നെ പുലർത്തേണ്ടത് ഞാനൊരു കാക്കയോട് കൽപ്പിച്ചിരിക്കുന്നു. 1 രാജാക്കന്മാർ പുസ്തകം 17-ാം അധ്യായം തുടർമാനം നിങ്ങൾ വായിക്കുമ്പോൾ ഈ ഭാഗങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതിലൂടെ പറയുകയാണ്, നീ കാക്ക നിന്നെ പുലർത്താനായിട്ട് ഞാൻ കൽപ്പിച്ചിട്ടുണ്ട്. ദൈവത്താൽ ഉപയോഗിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നവരാരും ദൈവത്തോട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പാടില്ല. ഏലിയാവ് ചോദിച്ചില്ല, ഇതുവരെ ഒരു കാക്ക ആർക്കെങ്കിലും ഫുഡ് കൊടുത്തിട്ടുണ്ടോ? കാക്കയെക്കുറിച്ച് PhD എടുക്കാൻ പോയില്ല. കാക്ക ഇനിയും ഫുഡ് തരാതിരിക്കുവോ? വേസ്റ്റ് ഫുഡ് പോലും വെറുതെ വിടാത്ത കാക്ക എനിക്ക് വേണ്ടി ബെറ്റർ ഫുഡ് കൊണ്ട് തരുവോ? ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ഏലിയാവിൻ്റെ അകത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ആരെ വേണേ എടുത്തു നോക്ക് നിങ്ങൾ, പഴയ നിയമത്തിലോ പുതിയ നിയമത്തിലോ.
യോസഫിനെ എടുത്തു നോക്ക്. 17-ാം വയസ്സിൽ ദൈവം സ്വപ്നം കാണിച്ചു. 18, 19, 20, 25, 29 വയസ്സ് വരെയും താൻ കണ്ട സ്വപ്നത്തിൻ്റെ പൂർണ്ണത വെളിപ്പെട്ടില്ല. പക്ഷേ യോസഫിൻ്റെ വായിൽ നിന്ന് ദൈവത്തിനെതിരെ സംസാരിച്ചില്ലെന്ന് ബൈബിൾ വ്യക്തമായി പറയുന്നു. 13 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ഒറ്റ രാത്രി ഇരുട്ടി വെളുക്കുന്നതോടുകൂടി ദൈവത്തിൻ്റെ പദ്ധതി പുറത്തു വരികയാണ്. 3-4 വർഷം കഴിഞ്ഞിട്ട് 10 എത്ര വർഷം കഴിഞ്ഞാലും ദൈവം പറഞ്ഞ വാഗ്ദത്തത്തിൽ നിന്ന് ദൈവം മാറത്തില്ല. പക്ഷെ എൻ്റെ ജീവിതത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ തലമുറയിൽ അത് വെളിപ്പെടണമെങ്കിൽ നിങ്ങൾ പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിക്കണം. യഹോവയായ ദൈവത്തിൽ, പഴയ നിയമത്തിൽ ഈ ഏലിയാവ് പൂർണ്ണമായി ആശ്രയിച്ചു. നമ്മുടെ യേശുവിൽ പൂർണ്ണമായി ആശ്രയിക്കുന്നെങ്കിൽ തിരുവചനം പറയുന്നു നിങ്ങൾ ലജ്ജിച്ചു പോകത്തില്ല. ബൈബിൾ പറയുന്നു മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനാൽ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. ഏലിയാവിനോട് ദൈവം പറഞ്ഞു കെരുത്തിലെ വെള്ളം കുടിക്കണം, കാക്കയോട് കൽപ്പിച്ചു നിനക്ക് രാവിലെയും വൈകിട്ടും ഫുഡ് തരാൻ. ഏലിയാവ് വിശ്വസിച്ചതുപോലെ ദൈവം പറഞ്ഞത് അനുസരിച്ചത് കൊണ്ട് രാവിലെയും വൈകിട്ടും കാക്ക് ഫുഡ് കൊണ്ട് കൊടുത്തു, അപ്പവും ഇറച്ചിയും കൊണ്ട് കൊടുത്തു. കെരുത്തിലെ വെള്ളം വറ്റിയപ്പോൾ ഏലിയാവിനോട് ദൈവം പറഞ്ഞു സരഭാവത്തിലേക്ക് പോകുക, അവിടെ നിന്നെ പുലർത്തേണ്ടതിന് ഞാൻ ഒരു വിധവയോട് കൽപ്പിച്ചിരിക്കുന്നു. ഏലിയാവ് ദൈവത്തിന്റെ ശബ്ദം കേട്ട് പോവുകയാണ്. സരഭാവത്തിലേക്ക് പോകുമ്പോൾ പട്ടണവാതിക്കൽ ഒരു വിധവ വിറക് പെറുക്കിക്കൊണ്ടിരുന്നു. ഏലിയാവ് ആ വിറക് പെറുക്കിക്കൊണ്ടിരിക്കുന്ന വിധവയോട് പറഞ്ഞു എനിക്ക് കുറച്ച് വെള്ളം വേണം കുടിക്കാൻ. വെള്ളം എടുക്കാൻ പോയ ആ വിധവയോട് പറഞ്ഞു എനിക്ക് അട വേണം. അപ്പം വിധവയുടെ മറുപടി ആകപ്പാടെ ഒരു അട ഉണ്ടാക്കി കഴിച്ചിട്ട് ഞങ്ങൾ മരിക്കാൻ പോവുകയാണ്. ഇദ്ദേഹത്തോട് ഇന്നലെ ദൈവം നേരിട്ട് പറഞ്ഞതല്ലേ, നിങ്ങളൊക്കെ പ്രവാചക അഭിഷേകമുള്ള പ്രവാചകന്മാരിലൂടെ ദൈവത്തിന്റെ ശബ്ദം കേട്ട് അറിയിക്കുന്ന അഭിഷിക്തന്മാരിലൊക്കെ ദൂത് കേട്ടിട്ടുള്ളവരാ, നേരിട്ട് കേട്ടിട്ടുള്ളവരാ. ഏലിയാവിലൂടെ ദൈവം നേരിട്ട് പറയുക നിന്നെ പുലർത്താൻ ഞാൻ വിധവയോട് കൽപ്പിച്ചു. അപ്പൊ വിധവയുടെ മറുപടി എന്തായിരിക്കണം? വെൽക്കം പ്രോഫറ്റ്. താങ്കൾക്കായി ഒരുക്കി വെച്ചിരിക്കുന്ന മാളിക മുറിയിലേക്ക്, പ്രാർത്ഥനാ മുറിയിലേക്ക് പ്രവേശിച്ചാലും ഇന്നലെ രാത്രി അല്ലെ ഇന്ന് മോർണിംഗ് എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ഇടപെട്ടതാ, താങ്കൾ ഇവിടെ വരുമെന്ന്, അഭിഷിക്തൻ വരുമെന്ന്. അതുകൊണ്ട് താങ്കൾക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്ന ആ പ്രാർത്ഥനാ മുറിയിലേക്ക് പ്രവേശിച്ചാലും ഇതായിരിക്കണം നമ്മൾ ഉൾപ്പെടെ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ ദൈവം കൽപ്പിച്ച, ദൈവം പറഞ്ഞു വിധവയോട് ഞാൻ കൽപ്പിച്ചു, കമാൻഡ് ചെയ്തിട്ടുണ്ട്, നീ അവിടെ പോയാൽ മതി. പക്ഷെ വിധവയുടെ മറുപടി നെഗറ്റീവാണ്. വിധവ ഇതൊന്നും അറിയാത്ത രീതിയിൽ പറയുക, ഒരടയുണ്ടാക്കി ഞാനത് കഴിച്ച് ഞാനും കുഞ്ഞും മരിക്കാൻ പോവുക. ഏലിയാവ് സംശയിക്കാതെ പറഞ്ഞു ഞാൻ ആദ്യം നിന്നോട് പറഞ്ഞതുപോലെ നീ ചെയ്യും. ഏലിയാവ് പറഞ്ഞതുപോലെ വിധവ ചെയ്തു. അവിടെ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടായി. ഏലിയാവിനെ പോലെ വിളിയുണ്ടെന്നും ഏലീശായെ പോലെ വിളിയുണ്ടെന്നും ഒക്കെ കേൾക്കുന്ന ദൈവത്തിന്റെ അഭിഷിക്തിമാരെ ദൈവം പറയുന്നത് സംശയിക്കാതെ വിശ്വസിക്കണം. വിശ്വസിക്കൂ എന്ന് പറയുന്നവർ ദൈവത്തിന്റെ വചനം അനുസരിക്കും. ഇന്ന് ഈ ഏപ്രിൽ മാസം 2017 ഈ പ്രൊഫറ്റിക് വേർഡിലൂടെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് അറിയിക്കുക. എത്ര ദൂതുകൾ നിങ്ങൾ കേട്ടു, ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നു. തിരുവചനത്തിലൂടെ, ദൈവത്തിൽ ഐക്യപ്പെട്ട അഭിഷിക്തന്മാരിലൂടെ നേരിട്ടൊക്കെ കേൾക്കുന്ന പ്രവചനങ്ങൾ നിവർത്തി വരാൻ, തക്ക സമയത്ത് നിവർത്തി വരുവാൻ ഒന്നാമത് ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കണം. വിശ്വസിക്കുന്നവർ അവൻ പറഞ്ഞത് അനുസരിക്കും. വിശ്വസിക്കുക പ്ലസ് അനുസരണം ഈസ് ഈക്വൽ ടു മിറാക്കിൾ. അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരും. സമയം തെറ്റാതെ നിങ്ങളോട് പറഞ്ഞ പ്രവചനങ്ങൾ നിവർത്തീകരണ പദത്തിലെത്തുവാൻ നിങ്ങൾ ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കണം. നിങ്ങളുടെ അകത്തുനിന്ന് ഉയരുന്ന നെഗറ്റീവ് ചിന്തകളെ നിങ്ങൾ ആത്മാവിൽ പിടിച്ച് പുറത്താക്കണം. അങ്ങനെ നിങ്ങൾ ചെയ്യാൻ ആത്മാവിനെ ഒത്തവണ്ണം പോകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അകത്തെ ആത്മാവിൽ നിന്ന് പുറത്തേക്ക് ഒരു ഓവർഫ്ലോ അനോയിന്റിങ് ഈ നിമിഷം തന്നെ അത് ചെയ്യാൻ പോകുക. അകത്തുനിന്ന് പുറത്തേക്ക് നിങ്ങളുടെയും എൻ്റെയും അകത്തു വന്ന പരിശുദ്ധാത്മാവിൽ സകല അഭിഷേകങ്ങളുണ്ട്, കൃപാവരങ്ങളുണ്ട്, ദൈവാത്മാവിൻ്റെ സ്വഭാവമുണ്ട്. നിങ്ങൾ വിശ്വസിക്കുന്ന മാത്രയിൽ അകത്തെ സ്പിരിറ്റിൽ നിന്ന് ബോഡിയിലേക്ക് അത് ഓവർഫ്ലോ ചെയ്യും. ഇന്ന് ഈ സമയത്ത് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന വിവിധ രാജ്യങ്ങളിൽ, ഭൂഖണ്ഡങ്ങളിൽ, വീടുകളിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ചില മാതാപിതാക്കളിലേക്ക്, ചില തലമുറകളിലേക്ക് ദൈവം ഒരു ഓവർഫ്ലോ ബ്ലെസ്സിങ് ചെയ്യാൻ പോകുന്നു. ചില ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ പരിശുദ്ധാത്മാവ് ചെയ്യാൻ പോകുന്നു. ജെസ്സി എന്ന് പേരുള്ള ഒരു സഹോദരിയെ പരിശുദ്ധാത്മാവ് സൗദി അറേബ്യയിൽ വർക്ക് ചെയ്യുന്ന ജെസ്സി എന്ന് പറയുന്ന നേഴ്സായ സഹോദരി നിന്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് ചിലത് ചെയ്യാൻ പോകുക. നിന്റെ കുടുംബത്തിലെ വിഷയത്തിന്മേൽ ചില പ്രവർത്തികൾ പരിശുദ്ധാത്മാവ് ചെയ്യാൻ പോകുന്നു. നിന്റെ ജീവിതത്തിൽ അടയപ്പെട്ടെന്ന് തോന്നിക്കുന്ന വിഷയത്തിന്മേൽ തുറക്കപ്പെട്ട സ്വർഗം യോഹന്നാൻ കണ്ടതുപോലെ അടയ്ക്കപ്പെട്ട മണ്ഡലത്തിൽ ഹാലലൂയ 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 പത്മോസിന്റെ ദ്വീപിൽ ചുറ്റപ്പെട്ട മണ്ഡലങ്ങളുടെ നടുവിൽ, മതിലുകളാൽ ചുറ്റപ്പെട്ട
മണ്ഡലത്തിന്റെ നടുവിൽ ഇതാ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നതെന്ന് യോഹന്നാൻ അപ്പോസ്തലൻ കേട്ടതുപോലെ നിന്റെ വീടിന് ചുറ്റും, നിന്റെ ഭവനത്തിന് ചുറ്റും, നിന്റെ വ്യക്തിപരമായ ജീവിതത്തിന് ചുറ്റും അടയ്ക്കപ്പെട്ട മണ്ഡലത്തിൽ തുറക്കപ്പെട്ട സ്വർഗം കണ്ട യോഹന്നാനെ പോലെ ആത്മാവ് നിന്റെ ജീവിതത്തിൽ ഒരു തുറക്കപ്പെട്ട മേഖല ഉണ്ടാക്കി തരാൻ പോകുന്നു. ദാവീദിന്റെ താക്കോൽ കൈവശമുള്ള യേശുവിന്റെ നാമത്തിൽ ഇത് ഏപ്രിൽ മാസം വരുന്ന 3 മാസത്തിനകം നിന്റെ ജോലിക്കകത്ത്, നിന്റെ കുടുംബത്തിനകത്ത് ദൈവം വലിയൊരു പ്രവൃത്തി ചെയ്യും. നിന്റെ കുടുംബത്തിന്റെ അകത്ത് തലമുറയുടെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോകുന്നു. നിന്റെ ആൺ സന്തതിയുടെ മേൽ ദൈവത്തിന്റെ കരം വെളിപ്പെടാൻ പോകുന്നു. ക്വസ്റ്റ്യൻസിനെ ആൻസർ ആക്കത്തീരുന്ന ഒരു ദൈവത്തിന്റെ വലിയ പദ്ധതി നിന്റെ കുടുംബത്തിൽ ചലിക്കാൻ പോകുന്നു. രോഗികളായി ഭാരപ്പെടുന്ന ചിലർ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു. അടിപ്പിണരാലുള്ള സൗഖ്യം വിശ്വസിക്കുന്ന ദൈവമക്കളെ, 1 കുറയാതെ 39 അടി അവൻ വാങ്ങിയത് വിശ്വസിക്കുന്ന ദൈവമക്കൾ സൗഖ്യമാകാൻ വകയാണ്. നിങ്ങളുടെ ശരീരങ്ങളുടെ മേൽ, നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിന് മേൽ ഏത് രോഗങ്ങളെയും പുറത്താക്കുവാൻ യേശുവിന്റെ നാമത്തിന് കഴിയും. ആ നാമത്തിലുള്ള ശക്തി നിങ്ങളുടെ മേൽ വ്യാപരിക്കപ്പെടാൻ പോകുന്നു. യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല, അത്ഭുതത്തെ കുറിച്ച് കേട്ടിട്ടേ ഉള്ളൂ. വാഗ്ദത്തം ഇതുവരെ നടന്നിട്ടില്ല, ഇതുവരെ ഞങ്ങൾ വാഗ്ദത്തത്തെ കേട്ടിട്ടേ ഉള്ളൂ. അങ്ങനെ ചിന്തിക്കുന്നവരുടെ ജീവിതങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, എന്റെ അഭിഷിക്തന്മാരിലൂടെ നിങ്ങൾ കേട്ട ദൈവത്തിന്റെ എന്റെ ശബ്ദം, ഹല്ലേലൂയ, എന്റെ അഭിഷിക്തന്മാരിലൂടെ നിങ്ങൾ കേട്ട എന്റെ ശബ്ദത്തിനൊത്തവണ്ണം അബ്രയെ പോലെ, ഹല്ലേലൂയ, നിങ്ങൾ അബ്രയോട് ദൈവം പറഞ്ഞു, നിന്റെ ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിഗ്രഹങ്ങളെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന അപ്പനെയും വിട്ട് നീ പുറപ്പെടാൻ പറഞ്ഞപ്പോൾ അബ്ര അവിടുന്ന് പുറപ്പെട്ട് കഴിഞ്ഞപ്പോഴാ അബ്രയുടെ പേര് മാറി അബ്രഹാമായി തീർന്നത്. കേട്ട വാഗ്ദത്തത്തിന്റെ നടുവിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ ഗൈഡൻസിനൊത്തവണ്ണം നിങ്ങൾ നടക്കാൻ തയ്യാറാണെങ്കിൽ ഒരു കാര്യം ഉറപ്പായിട്ട് ഞാൻ പറയട്ടെ, ചില ദിവസങ്ങൾക്കകത്ത് തന്നെ, ഈ ഏപ്രിൽ മാസത്തിൽ തന്നെ ദൈവത്തിന്റെ ആത്മാവ് ഒരു ന്യൂ വെറൈറ്റി ആയ സ്പെഷ്യലായ ചില കാര്യങ്ങൾ നിങ്ങളുടെ കുടുംബങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് ചെയ്യാൻ പോവുക. ഈ വചനത്തിലൂടെ ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ, അദ്ദേഹം ദൈവത്തിന്റെ ആത്മാവിൽ നിന്ന് കേട്ടതിന് ഒത്തവണ്ണം നിന്ന് പറഞ്ഞു. അദ്ദേഹം പ്രാർത്ഥിച്ചപ്പോൾ വീണ്ടും ദേശത്ത് മഴ പെയ്തു, ദേശത്ത് ധാന്യം വിളഞ്ഞു. ഇതുപോലെ പ്രാർത്ഥനയാൽ ചില പൊട്ടിക്കിളിർപ്പുകൾ നിങ്ങളുടെ കുടുംബങ്ങളിൽ നടത്തി തരുവാൻ, നിങ്ങളുടെ ഭവനത്തിൽ നടത്തി തരുവാൻ, നിങ്ങളുടെ തലമുറയിൽ നടത്തി തരുവാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഏലിയാവ് ഞങ്ങൾക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ. കർത്താവെ, ഈ വചനത്തിലൂടെ കർത്താവെ, ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ജീവിതങ്ങളുടെ മേൽ ഏലിയാവിന്റെ അകത്ത് കൊടുത്ത വിശ്വാസം പോലെ സംശയമില്ലാത്ത വിശ്വാസം, പ്രാർത്ഥനയിലേക്ക് നടത്തപ്പെടുന്ന വിശ്വാസം, അത്ഭുതങ്ങളെ വിളിച്ചു വരുത്തുന്ന വിശ്വാസം, അറ്റ്മോസ്ഫിയർ ഫോർ മിറാക്കിളിന്റെ അന്തരീക്ഷത്തിൽ അത്ഭുതങ്ങളെ ഉളവാക്കുന്ന വിശ്വാസ വീരന്മാർ ഈ ശബ്ദത്തിന്റെ അകത്തൂടെ പരിശുദ്ധാത്മാവെ നീ തൊടാൻ പോകുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ പട്ടണങ്ങളെ പണിയുന്നവർ, സിറ്റി ബിൽഡേഴ്സ്, രാജ്യങ്ങളെ പണിയുന്നവർ, ഭൂഖണ്ഡങ്ങളെ പണിയുന്നവർ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പുറത്തു വരുവാൻ പോകുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, യേശുവിന്റെ നാമത്തിൽ വിളിയുള്ള പ്രവാചകന്മാർ, വിളിയുള്ള അപ്പോസ്തലന്മാർ, വിളിയുള്ള സുവിശേഷകന്മാർ, വിളിയുള്ള ഇടയന്മാർ, വിളിയുള്ള ഹല്ലേലൂയ, വിളിയുള്ള ഇവാഞ്ചലിസ്റ്റുമാർ, സുവിശേഷകന്മാർ യേശുവിന്റെ നാമത്തിൽ പുറത്തു വരട്ടെ. അപ്പോസ്തലന്മാർ പുറത്തു വരട്ടെ, പ്രോഫറ്റ്സ് പുറത്തു വരട്ടെ, ഇവാഞ്ചലിസ്റ്റ് പുറത്തു വരട്ടെ, പാസ്റ്റേഴ്സ് പുറത്തു വരട്ടെ, ടീച്ചേഴ്സ് പുറത്തു വരട്ടെ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നീണ്ട വർഷങ്ങളായുള്ള ശാരീരികമായും മാനസികമായുള്ള രോഗങ്ങൾ അനുഭവിക്കുന്ന ക്രൈസിസിലൂടെ പോകുന്നവരുടെ മേൽ യേശുവിന്റെ നാമത്തിലുള്ള ബ്രേക്ക് ത്രൂ ഞങ്ങൾ ഡിക്ലെയർ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ചില ഭൂഖണ്ഡങ്ങളുടെ ചില പ്രോസസിങ്, കാനഡയിലെ പ്രോസസിങ്, വാഗ്ദത്തം കേട്ടിട്ട് സ്റ്റെപ്പ് വെച്ചിട്ട് അതിന്റെ ഫൈനൽ റൗണ്ട് ആയിരിക്കുന്ന ചിലർ, എന്നിട്ട് ചില മാസങ്ങളായിട്ട് നടക്കാത്ത ചിലരുടെ ജീവിതങ്ങളുടെ മേൽ പരിശുദ്ധമായ ചില അത്ഭുതങ്ങൾ ചെയ്യാൻ പോകുന്നു. യേശുവിന്റെ നാമത്തിൽ ചില പ്രോസസിംഗിലേക്ക് പരിശുദ്ധാത്മാവ് ചിലർ നടത്താൻ പോകുന്നു. കർത്താവേ, നിന്റെ വരവനായി ജനത്തെ ഒരുക്കുവാൻ നിനക്ക് പദ്ധതിയുള്ളതിനായി സ്തോത്രം. പരിശുദ്ധാത്മാവ് അപ്രകാരം ചെയ്യുന്ന കൃപയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. അനേകരെ ഒരുക്കുവാൻ, വ്യക്തിപരമായി ഒരുങ്ങുവാൻ, കുടുംബമായി ഒരുങ്ങുവാൻ, തലമുറയായി ഒരുങ്ങുവാൻ, സഭയായി ഒരുങ്ങുവാൻ, അനേകരെ ഒരുക്കുവാൻ, ഈ കൂട്ടത്തെ, ഇവരുടെ കുടുംബങ്ങളെ, കണ്ടുകൊണ്ടിരിക്കുന്ന തലമുറകളെ, കണ്ടുകൊണ്ടിരിക്കുന്ന അഭിഷിക്തന്മാരെ നീ ഇടവരുത്തുവാൻ പോകുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. അങ്ങ് വലുത് ചെയ്തിരിക്കാൻ സ്തോത്രം. രോഗികളെ സൗഖ്യമാക്കിയിരിക്കാൻ സ്തോത്രം. ബന്ധനങ്ങളെ അഴിച്ചിരിക്കാൻ സ്തോത്രം. ഭൂതങ്ങളെ പുറത്താക്കിയ സ്തോത്രം. അടയപ്പെട്ട വഴികളെ തുറക്കപ്പെട്ടിരിക്കുന്ന സ്തോത്രം. യേശുവേ, നീ സത്യ ദൈവമാണെന്ന്, നീ വിളിച്ചാൽ വിളി കേൾക്കുന്ന ദൈവമാണെന്ന്. ഹല്ലേലൂയ. തന്നെ രാപ്പകൽ അന്വേഷിച്ച് തന്നെ രാപ്പകൽ നിലവിളിക്കുന്ന ഭക്തന്മാർക്ക് വേണ്ടി പെട്ടെന്നുള്ള പ്രതിക്രിയ നടത്തി തരുന്ന ദൈവമാണെന്ന് കർത്താവയുടെ ജീവിതങ്ങളിലൂടെ മറുപടി അറിയിച്ച് ഒരു കൂട്ടത്തെ നീ പുറത്തു കൊണ്ടുവരാൻ പോകുന്ന കൃപയ്ക്കായി സ്തോത്രം. അങ്ങ് അങ്ങനെ ചെയ്തിരിക്കാൻ സ്തോത്രം. സകല മാനവും മഹത്വവും പൂഴ്ച ഞങ്ങൾ അങ്ങേക്ക് തരുന്നു. അത് യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.
കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ തന്നെ ഈ പ്രോഗ്രാം നിങ്ങൾ ഷെയർ ചെയ്ത് അനേകരിലേക്ക് എത്തിക്കുകയാണെങ്കിൽ അനേകർ ദൈവവചനം കേൾക്കുവാൻ, അനേകരെ കർത്താവിലേക്ക് നടത്തപ്പെടുന്ന ഒരു മുഖാന്തരമായി നിങ്ങളെ ദൈവം ഉപയോഗിക്കട്ടെ എന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ. Our vision is to recognize, source, create, package, and present world-class anointed, prophetic, supernatural content in a spirit of excellence across the globe into every nation, reconciling man, woman, and child with God by the power of the Holy Spirit.